നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റി തീർക്കാൻ കഴിഞ്ഞതായി മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലാതല സംരംഭക സഭ കട്ടപ്പന നഗരസഭാ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് വിതരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനത്തിന് തുടക്കമായി. എറണാകുളം ക്രൈംബ്രാഞ്ച് SP VU കുര്യാക്കോസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാള മനോരമയും മദ്രാസ് മെഡിക്കൽ മിഷനും ചേർന്ന് നടത്തുന്ന ഹൃദയപൂർവ്വം ഹൃദയാരോഗ്യ പദ്ധതിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തൊടുപുഴയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മകരജ്യോതി ദർശനത്തിനായി ഇടുക്കി ജില്ലാ ഭരണകൂടം പൂർണ്ണ സജ്ജം. പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സംഘം സന്ദർശനം നടത്തി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റി തീർക്കാൻ കഴിഞ്ഞതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാതല സംരംഭക സഭ കട്ടപ്പന നഗരസഭാ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റിത്തീർക്കാൻ കഴിഞ്ഞതായി മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലാതല സംരംഭക സഭയുടെ ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ നമ്മൾ കാണുന്ന ടൂറിസം എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടൂറിസമാണ്. വലിയ കെട്ടിടങ്ങൾ, വലിയ ടവറുകൾ, വലിയ ചാട്ടം. നമ്മുടെ മേഖല അതിനെ പറ്റിയതല്ല. നമ്മുടെ റിമോട്ട് ടൂറിസത്തിന് പറ്റിയ അന്തരീക്ഷമാണ്. ഇവിടെ ഒരു അധികവും പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ പ്രകൃതി ആസ്വദിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. നമ്മുടെ അഗ്രികൾച്ചർ മേഖലയിൽ ടൂറിസം നടത്താം. നമുക്ക് ഇത്തരം മേഖല എടുക്കുമ്പോൾ ഓരോ പ്രദേശത്തിനും യോജിച്ച തലത്തിലുള്ള സാധ്യതകൾ എത്തിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പം അതിനൊക്കെയുള്ള സാധ്യതകൾ കൂടി വിരൽ ചൂണ്ടി കൊണ്ടുപോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള സംരംഭകരെ കണ്ടെത്താനും അവർക്കതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കാനും പ്ലാനിങ്ങിലൂടെ അവരെ വളർത്തിയെടുക്കാനും കഴിയത്തക്ക നിലയിൽ നമുക്ക് വളർന്നു വരണം. അതിന് തീർച്ചയായിട്ടും സാധിക്കും. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുൻപ് വ്യവസായ സൗഹൃദ സൂചികയിൽ 28ാമതായിരുന്നു കേരളം. എന്നാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പാക്കിയതോടെ കേരളം 1ാമതായി. സംരംഭകത്വ വർഷത്തിന്റെ ഭാഗമായി 1 ലക്ഷത്തിലധികം വനിതാ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. നൈപുണ്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയാമ സാമുവൽ, മറ്റ് ത്രിതല ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് വിതരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MN ബാബു അധ്യക്ഷത വഹിച്ച യോഗം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, കേറ്ററിംഗ്, ടീ ഷോപ്പ്, ജ്യൂസ് പാർലർ, പലചരക്ക്, പഴം, പച്ചക്കറി, മത്സ്യ മാംസ സ്റ്റാളുകൾ തുടങ്ങി ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ പേർക്കുമായി തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് നടത്തി. ടൈഫോയിഡ് വാക്സിൻ നൽകിയും 24ൽ പരം ടെക്സ്റ്റ് പാരാമീറ്ററുകൾ, ബ്ലഡ് പ്രഷർ, സാച്ചുറേഷൻ, BMI തുടങ്ങിയ പരിശോധനകൾ ഉൾപ്പെടെ 300ൽ പരം പേർക്കാണ് തൊടുപുഴ ചിന്ന ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രഥമ ക്യാമ്പിൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലും ഓർബിസ് ലൈവ്സ് മൊബൈൽ ക്ലിനിക്കും ചേർന്നാണ് ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള മെഡിക്കൽ ക്യാമ്പ് സൗകര്യം ഒരുക്കിയത്. ഭക്ഷണ വിതരണ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്ക് തുടർ ഞായറാഴ്ചകളിലും ക്യാമ്പ് സംവിധാനം ഒരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു, KHFA പ്രസിഡന്റ് MN ബാബുവിന് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മുടെ കൈമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ കടയിൽ പരിശോധനയും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ബാബുവിന്റെ നേതൃത്വത്തിൽ തന്നെ പ്രിൻസിപ്പൽ അധികാരികളോട് സംസാരിക്കുകയും ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള കച്ചവടക്കാർ വളരെ കുറവാണ്. 60 വയസ്സിന് മേലെയുള്ള ആളുകളാണ് ധാരാളം ആളുകൾ കച്ചവടം ചെയ്യുന്നത്. ഇവരെല്ലാം എല്ലാ നിയമം പഠിച്ചിട്ടല്ല നമ്മൾ കച്ചവടം ചെയ്യുന്നത്.
അപ്പം അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കടയിൽ ഹെൽത്ത് കാർഡ് ഇല്ല. താങ്കളുടെ കടയിൽ കൊണ്ട് ഹെൽത്ത് കാർഡ് ഇല്ലെങ്കിൽ പറയണം, ആ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയണം നിങ്ങൾക്ക് ഹെൽത്ത് കാർഡ് എടുക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കണം. അതിനുശേഷം പിന്നീട് വന്നാൽ കഴിയില്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആശയം. അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും കേൾക്കുന്നില്ല. അപ്പം എല്ലാവരും അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വാട്സാപ്പിലൂടെയും മർച്ചന്റ് അസോസിയേഷൻ്റെയും ബാബുവിൻ്റെ KHFയുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഉദാഹരണമാണ് ഇത്ര ആളുകൾ ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ വായിച്ച് അതിന് വേണ്ട ഞങ്ങളോട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ മർച്ചന്റ് അസോസിയേഷൻ ഓഫീസിൽ ഞങ്ങൾ ഭാരവാഹികളെല്ലാം തന്നെ 2 മുതൽ 4 വരെ അവിടെ ഓഫീസിലുണ്ട്. ഏത് കാര്യം സംശയമുണ്ട്, ഏത് ആവശ്യവും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. KVVESന്റെയും മർച്ചന്റ്സ് അസോസിയേഷന്റെയും KHFAയുടെയും ഭാരവാഹികളായ R. രമേശ്, CK നവാസ്, അനിൽ പീടികപ്പറമ്പിൽ, നക്കൂർ ഖനി, അബ്ദുൽ സലീം, മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യൻ, ഓർബിസ് ലൈവ്സ് MD ആന്റൺ ഐസക് കുന്നേൽ, ഡോക്ടർ അത്തിക് എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനത്തിന് തുടക്കമായി. എറണാകുളം ക്രൈംബ്രാഞ്ച് SP VU കുര്യാക്കോസ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിലും വിദ്യാർത്ഥിനികൾക്ക് ഇനി സ്വയം പ്രതിരോധ പരിശീലനത്തിന് അവസരമൊരുങ്ങുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ന്യൂമാനിലാണ് ആദ്യമായി പദ്ധതി ആരംഭിച്ചത്. കോളേജിലെ വനിതാ സെൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നടക്കുന്നത്. മാർച്ച് 31 വരെ ആഴ്ചയിൽ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ നടക്കുന്ന ക്ലാസുകൾ നയിക്കുന്നത് ഷിറ്റോറിയു ഇന്റർനാഷണൽ കരാട്ടെ സ്കൂൾ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ ബേബി എബ്രഹമാണ്. തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ പോലീസുകാർക്കും കൂടാതെ 4 ജില്ലകളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ സ്വയം പ്രതിരോധ പരിശീലനം അദ്ദേഹം നൽകി വരുന്നുണ്ട്. സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം എറണാകുളം ക്രൈംബ്രാഞ്ച് SP VU കുര്യാക്കോസ് നിർവഹിച്ചു. നിപ്പ് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു അഭിമാനം തോന്നുന്നു. ഞാൻ വനിതാ കമ്മീഷൻ 5 വർഷം ഡയറക്ടറായിട്ട് ഇരുന്നതാണ്. അപ്പോൾ വനിതകളുടെ പ്രശ്നങ്ങൾ വളരെയേറെ ഞാൻ ഡീറ്റെയിലായിട്ട് ഞാൻ പഠിച്ചതാണ്, കുറച്ച് സ്റ്റഡി നടത്തിയതാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരാണ്. പക്ഷെ പുറത്ത് ഒരു വാക്ക് പോലും പറയാനുള്ള ധൈര്യമോ ചങ്കൂറ്റമോ ഇല്ലാത്ത അവസ്ഥ ധാരാളമാണ്. പക്ഷേ ഇങ്ങനെ വന്ന് ട്രെയിനിങ്ങിൽ നിന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ കോൺഫിഡൻസ് തന്നെ വളരെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ഈ കരാട്ട പഠിക്കുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ഇവിടെ ഈ ഇൻസ്ട്രക്ഷൻസ് നിൽക്കുന്നുണ്ട് എല്ലാം നട്ടല് നോക്കി നേരെ ഒറ്റ ഉറവ് വളഞ്ഞത് ശ്രദ്ധിച്ചോ? അപ്പോൾ ആ ഒരു ഭാഗം തന്നെയാണ് ഏതൊരു സൊസൈറ്റിയിലോട്ടോ എവിടോട്ട് ചെല്ലുമ്പോഴും നട്ടല് നോക്കി നടന്നു കയറി ചെല്ലുക എന്ന് പറയുമ്പോൾ തന്നെ ആ എല്ലാ സൊസൈറ്റിയെ നമ്മുടെ കീഴിൽ അപ്പോൾ അവർ നമ്മളെ ബഹുമാനിക്കുന്നു. ഇതിൻ്റെ ആദ്യത്തെ പടി അതാണ്, നന്നായിട്ട് നിവർന്നു എന്നുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലോ നിവർന്നു നിൽക്കാനും സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എന്തും സാധ്യമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അറിയാതെ തന്നെ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. ഇപ്പോൾ കാത് പറഞ്ഞ പോലെ പറയേണ്ടടുത്ത് നോ, പറയേണ്ടടുത്ത് നോ പറയുക തന്നെ ചെയ്യണം. ചടങ്ങിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ JNK അലക്സ്, വൈസ് പ്രിൻസിപ്പൽ സാജു എബ്രഹാം, വുമൻ സെൽ കോർഡിനേറ്റർ അജോമി മരിയ ജോസഫ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം തലവൻ അബിൻ വിൽസൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജോൺസന്റെ ചേനകൃഷി സൂപ്പർ ഹിറ്റ്. 3000-ലധികം വരുന്ന ചേനകൃഷിയുടെ വിളവെടുപ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വിളവെടുപ്പ് ഉത്സവമാക്കി നാട്ടുകാരും ആശംസ അറിയിച്ച് ജനപ്രതിനിധികളും. കാർഷിക മേഖലയും തന്നാണ്ട് കൃഷിവിളകളും പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ തൊടുപുഴ ഏഴലൂർ സ്വദേശി പൊട്ടനാനിക്കൽ ജോൺസന്റെ കൃഷിരീതികൾ ഏറെ ശ്രദ്ധ നേടുന്നു. വിവിധ കൃഷികൾക്കൊപ്പം 3000-ലധികം ചേനകൃഷി ചെയ്ത് വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് ജോൺസൺ. വിളവെടുപ്പ് ഉത്സവം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖല അടുത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് കൃഷി ചെയ്താലും കൃഷിക്കാരന് ന്യായമായിട്ടുള്ള ഒരു വില കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തന്നാണ്ട് കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. തന്നാണ്ട് കൃഷി ചെയ്യുന്ന കാട്ടുപന്നിയുടെയും അതുപോലെ തന്നെ മറ്റ് ജീവികളുടെ ശല്യം മൂലം
കൃഷി നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ വിളവെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വില കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ജോൺസൺ പൊട്ടനാനിയെ പോലെയുള്ളവർ ഈ വെല്ലുവിളികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. അല്ല, ഇവിടെ ചേന കൃഷി നടത്തി നമുക്കറിയാം, തന്നാണ്ട് കൃഷികളിൽ ഏറ്റവും പിന്നെ ഉത്തമമായിട്ടുള്ള ഒരു കൃഷിയാണ് ചേന കൃഷി എന്ന് പറയുന്നത്. നമുക്കറിയാം, നടുതല സാധനങ്ങൾ കാച്ചിൽ, ചേമ്പ്, ചേന, കിഴങ്ങ് വർഗ്ഗങ്ങൾ അടക്കമുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഏത് രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏത് രോഗമുള്ളവർക്കും ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചേന എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്ക് പോലും ഇത് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇവിടെ ശ്രീ കണ്ടിരിക്കൽ ആൻ്റണി അടക്കമുള്ളവർ ഇവിടെയുണ്ട്, ഗാഡ്സിൻ്റെ ആൾക്കാരിവിടെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ഥിതി, ചേനയ്ക്ക് വലിപ്പം കൂടിക്കഴിഞ്ഞാൽ വിലയില്ല, വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ല. അപ്പോൾ കൃത്യ തൂക്കത്തിൽ ചേന കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ഈ വില കിട്ടൂ എന്നുള്ള നിബന്ധന പലപ്പോഴും കച്ചവടക്കാർ സ്വീകരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കൃഷിക്കാരൻ ഇപ്പോൾ 10 കിലോയുടെ ചേനയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിപ്പം കൂടുതല വേണ്ട, ഇല്ലേ? 15 അല്ല ഇപ്പം ഡിമാൻഡ്. പക്ഷേ നമ്മളിത് ഞാൻ ചേനയൊക്കെ ഇട്ട് 2 വർഷം മുമ്പ് ചെന്നപ്പോൾ കണ്ടതാണ്. വലിയ ചേനയ്ക്ക് ആവശ്യമില്ല, അവർക്ക് ചെറിയ ഇടത്തരം ചേനകളാണ് ആവശ്യം. പക്ഷേ ഇപ്പോൾ പിന്നെ സ്ഥിതി മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നെ കാർഡ്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങുകയും അത് കൃഷിക്കാരിൽ നിന്ന് വാങ്ങി വിൽക്കാനും പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വന്നിരിക്കുന്ന കൃഷിക്കാരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു, ജോൺസനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി മറ്റ് കൃഷിക്കാരൻ രംഗത്ത് വരുന്നതിനുള്ളൊരു പ്രചോദനമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. ഇവിടെ ഇന്ന് ഈ ചേന കൃഷിയുടെ വിളവെടുപ്പ് ജോൺസൺ പൊട്ടനാനിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തിരിക്കുന്ന ഈ ചേന കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, കോടിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു, കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി സാജു, ഏഴല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോർജ് പുല്ലൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ തുടങ്ങി നിരവധി പ്രമുഖർ ആശംസകൾ അറിയിച്ചു. മാറുന്ന സാഹചര്യങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും അനുസൃതമായി ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിക്കുന്നതാണ് തന്റെ വിജയരഹസ്യം എന്ന് ജോൺസൺ പറയുന്നു. മക്കളും തന്നെ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഈ സ്ഥലം ട്രാക്ടറിന് ഉഴുതുമറിച്ച് നന്നായിട്ട് ഒരുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്കോടെ ഒരു വഴിയുണ്ട്. ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സ്ഥലത്തോടെ ചെല്ലും. ഈ വണ്ടിക്ക് കൂലി കുറവുണ്ട്, അധ്വാനം കുറവുണ്ട്. വണ്ടിക്ക് അപ്പുറം ഇപ്പുറം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാതെ ഞങ്ങളെല്ലാം സ്വന്തം പണിയാണ് ചെയ്യുന്നത്. വളം ഇത് ചേന കുഴിച്ചിട്ടിട്ട് മണ്ണിട്ട് കുറച്ച് മൂടും. അത് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി, കോഴിവളം, കക്കാപ്പൊടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ചുറ്റുവിട്ട് വെട്ടി മൂടും. ഒത്തിരി മണ്ണ് വെട്ടി മൂടില്ല, കുറച്ച് മണ്ണ് വെട്ടി മൂടിയാൽ മതി. അത് കഴിഞ്ഞൊരു 50 ദിവസം കഴിയുമ്പോൾ കിളനാശിനി അടിക്കും. കിളനാശിനി അടിക്കുന്നത് മുളച്ചു വന്ന് ഒരു ചാനായി കഴിയുമ്പോൾ അത്തേക്കൂടെ മുഴുവൻ കുപ്പി വയ്ക്കും. കുപ്പിയുടെ അടി പറ്റി കഴിഞ്ഞിട്ട് കുപ്പി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അടിക്കും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേനയ്ക്ക് കേട് വരാതിരിക്കുക, കണ്ടയിലേക്ക് പിടിക്കാതിരിക്കുക. അപ്പോൾ അന്നേരം നല്ല സ്പീഡിൽ അടിച്ചു പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഓരോന്നേനെ അടിക്കണമെങ്കിൽ താമസം വരും. ഈ കുപ്പി വയ്ക്കണമുണ്ട്. അതുപോലെ നടന്നത് ചരട് കെട്ടിയാണ് നടന്നത്. ഈ കയർ നീളത്തിൽ കെട്ടിയിട്ട് അടയാളം വെച്ചിട്ട് തൂമ്പയ്ക്ക് മാന്തി വെച്ച് പോവുക. ഭാര്യ ജെസിയും മകൾ എലിസബത്തും കൃഷികാര്യങ്ങളിൽ ജോൺസണൊപ്പം സജീവ സാന്നിധ്യമാണ്. സമ്പൂർണ്ണ കാർഷിക ഗ്രാമമായ ഏഴല്ലൂരിൽ വിവിധ കൃഷിരീതികളെ കോർത്തിണക്കി കൃഷിരീതിയിൽ ഒരു പൊതുവിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ജോൺസൺ. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUCയുടെ 20ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ വി രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ഷൈജു TS മുഖ്യപ്രഭാഷണം നടത്തി. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUCയുടെ 20ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആസാദ് TM അധ്യക്ഷത വഹിച്ച സമ്മേളനം സംസ്ഥാന ട്രഷറർ വി രാഗേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും നമുക്കറിയാം ഇവിടെ വളരെ ആൾക്കാർ കുറവുള്ള ഒരു ജില്ലയാണ്. നമുക്ക് 30-35 മെമ്പർമാർ ആണ്. കുട്ടപ്പൻ്റെ കാലത്ത് ഏകദേശം 70ഓളം ആൾക്കാർ നമുക്കിവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണമുള്ള 2015-16 കാലഘട്ടത്തിൽ 75 പേരോളം ഉണ്ടായിരുന്നു. റഫറൻഡം നടന്നപ്പോൾ നമുക്ക് 1ാം സ്ഥാനത്ത് വന്ന ഒരു ജില്ലയാണ്. അപ്പോൾ അത്രയും വലിയൊരു ജില്ലയാണ് ഇടുക്കി.
കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INDSയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 200-225 അംഗങ്ങളാണ് മൊത്തം ഇടുക്കി ജില്ലയിലുള്ളത്. അതിൽ വോട്ടവകാശമുള്ളത് 180ഓളം പേര് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 80 പേര് 75 പേര് നമുക്കുണ്ടായിരുന്നു. നമ്മൾ 1ാം സ്ഥാനത്ത് വന്നു. അപ്പം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫ് അസോസിയേഷന്റെ പ്രാധാന്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് 22-23 പേരാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പം പുതിയ 3-4 ഓഫീസുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പൈനാവിൽ സർക്കിൾ ഓഫീസ്, ഡിവിഷൻ ഓഫീസൊക്കെ വന്നിട്ടുണ്ട്. കുറേ നമ്മുടെ അംഗങ്ങൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്. ഇതര ജില്ലകളിൽ നിന്നുള്ള അംഗങ്ങളാണ് കൂടുതലും നമുക്കിവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൂട്ടായ പ്രയത്നം നമുക്കിവിടെ ആവശ്യമാണ്. അത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു വെക്കുന്നത്, നമ്മളിന്നിവിടെ 10 എന്ന് പറഞ്ഞു. നമ്മളൊരു ജില്ലാ സമ്മേളനമാണ്, ജില്ലാ കമ്മിറ്റി ഒന്നും അല്ല, എന്നാലും ജില്ലാ സമ്മേളനത്തിൽ 10 എന്ന് പറഞ്ഞു. നമ്മളുടെ ആൾക്കാർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജോജുവിൻ്റെ മാതാവിനെ അന്തരിച്ചു. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ ഊർജ്ജസ്വലമാക്കണം. ഇത് പറയാനുള്ള കാര്യം, തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നടക്കുന്നത് 6ാമത്തെ ജില്ലാ സമ്മേളനമാണ്. ഇതിനു മുമ്പ് നമ്മുടെ 5 ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ച വയനാട് ജില്ല, തുടക്കത്തിൽ വയനാട് ജില്ലയായിരുന്നു. വയനാട് ജില്ലയിൽ നമുക്ക് 38 അംഗങ്ങൾ ആണ് ഉള്ളത്. പക്ഷെ അവിടെ ഇപ്പൊ നമുക്ക് ആ സമ്മേളനത്തിൽ നമുക്ക് 38 അംഗങ്ങളല്ല, മുഴുവൻ അംഗങ്ങളും ഏകദേശം 40-45 പേരോളം പഴയ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ വന്നു. അത് കഴിഞ്ഞ് നടന്ന ഓരോ സമ്മേളനങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആൾക്കാർ വളരെയധികം എത്തിച്ചേരുന്നതല്ലാതെ ഒരിടത്ത് എണ്ണം പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലാ സമ്മേളനം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഷൈജു TS മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് നൈസാം CA, കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പർ സുബേഷ് കുമാർ TS, ഇടുക്കി ജില്ലാ ട്രഷറർ ബിനു CP, വനിതാ കൺവീനർ സോയാമോൾ ജോണി, എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് ശശിധരൻ, വൈസ് പ്രസിഡന്റ് മുജീബ് PA, പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി PJ ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ N എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മലയാള മനോരമയും മദ്രാസ് മെഡിക്കൽ മിഷനും ചേർന്ന് നടത്തുന്ന ഹൃദയപൂർവ്വം ഹൃദയാരോഗ്യ പദ്ധതിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തൊടുപുഴയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുവാൻ സ്കൂൾ കുട്ടികൾ മുതൽ 70 വയസ്സിന് മുകളിലുള്ളവർ വരെ എത്തിച്ചേർന്നു. മലയാള മനോരമയും മദ്രാസ് മെഡിക്കൽ മിഷനും ചേർന്ന് നടത്തുന്ന ഹൃദയപൂർവ്വം ഹൃദയാരോഗ്യ പദ്ധതിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കൂട്ടയോട്ടത്തിൽ തൊടുപുഴയിൽ അണിനിരന്നത് 100 കണക്കിന് ആളുകൾ. തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മലയാള മനോരമയുടെ ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ 25 വർഷത്തിനിടെ 2500 കുട്ടികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ലഭ്യമാക്കിയത് സന്തോഷം പകരുന്നതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്കുള്ള ശസ്ത്രക്രിയ നടത്താൻ സാധിച്ചിട്ടുള്ളത്. 85ലധികം ക്യാമ്പുകൾ കേരളത്തിലെ പ്രദേശങ്ങളിലായി സൗജന്യമായി അത് ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഹൃദയപൂർവ്വം എന്ന വാക്ക് ഓരോരുത്തരുടെയും ഹൃദയപൂർവ്വം ചേർക്കുന്നത് സാധിച്ചു എന്നുള്ളതിൽ ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഞാൻ അസ്പഷ്ടമായി സംസാരിക്കുന്നില്ല. ഇന്ന് രാവിലെ 6:30 തന്നെ ആരംഭിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഈ കൂട്ടയോട്ടം തൊടുപുഴയിലെ ഒട്ടേറെ സാംസ്കാരിക തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരും വിദ്യാർത്ഥികളും അതോടൊപ്പം ഇതിനോടനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്നതിലെ സർവകലാസ്പർശിയായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഞാൻ മനസ്സിലാക്കി. വിദ്യാഭ്യാസം യും അതോടൊപ്പം തന്നെ നദി ഉൾപ്പെടെയുള്ള ശ്രീ രാജു മർക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലയിലുള്ള ചേർന്നിരിക്കുന്നത് വളരെയേറെ സന്തോഷം തോന്നുന്നു. എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ നല്ല മെസ്സേജ് തീർച്ചയായിട്ടും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. കൂട്ടയോട്ടം കർമ്മോത്സുകതയ്ക്ക് ഹൃദയം ഉപയോഗിക്കാം എന്ന ലോക ഹൃദയ ദിന സന്ദേശത്തിന്റെ വിളംബരം കൂടിയായി മാറി. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് 4 പാത വഴി വെങ്ങല്ലൂർ, ഷാപ്പുംപടി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, മാർക്കറ്റ് റോഡ് എന്നിവയിലൂടെ തിരികെ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തുന്ന തരത്തിലായിരുന്നു കൂട്ടയോട്ടം. 5 കിലോമീറ്റർ ദൂരത്തിലാണ് കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുവാൻ സ്കൂൾ കുട്ടികൾ മുതൽ 70 വയസ്സിന് മുകളിലുള്ളവർ വരെ എത്തിച്ചേർന്നത്. മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി, തൊടുപുഴ സോക്കർ സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും ന്യൂമാൻ കോളേജിലെ NCC, NSS വോളണ്ടിയർമാർ, വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ,
ഭാരവാഹികൾ തുടങ്ങിയവരുൾപ്പെടെ പങ്കെടുത്തു. നഗരസഭാ അധ്യക്ഷ സബീന ബിഞ്ചു, കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, കൂട്ടയോട്ടവുമായി സഹകരിച്ച ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സിഇഒ ഡോക്ടർ ജയകിഷൻ എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ ദീപക്, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി.സി. രാജു തരണിയിൽ, നഗരസഭാ കൌൺസിലർമാരായ ആർ ഹരി, പി.ജി. രാജശേഖരൻ, ജോർജ് ജോൺ, സോക്കർ സ്കൂൾ ഡയറക്ടർ പി.എ. സലിംകുട്ടി, ബേബി മെമ്മോറിയൽ മാർക്കറ്റിംഗ് മാനേജർ ജി. പ്രതീഷ്, നഗരസഭാ മുൻ ചെയർമാൻ എ.എം. ഹാരിദ്, ലയൺസ് ക്ലബ് തൊടുപുഴ എലൈറ്റ് പ്രസിഡന്റ് ലിബോ ജോൺ, സെക്രട്ടറി റെജി കുഴിക്കണ്ടം, ഭാരവാഹികളായ റോയി ലൂക്ക്, എൽ ദോസ്, ബോബി ജോർജ്, റോട്ടറി ക്ലബ് ഭാരവാഹികളായ റിറ്റോ ജോൺ, ജോബ് കെ ജോൺ, കേരള കോൺഗ്രസ് നേതാക്കളായ റെജി കുന്നംകോട്ട്, ജിമ്മി മറ്റത്തിപ്പറ, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ സി. കെ. നവാസ്, അനിൽകുമാർ, ശിവദാസ്, സൽജൻ തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ടോണി തോമസ്, ബിലാൽ സമദ്, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൻ, സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ റഫീഖ് പള്ളത്തുപറമ്പിൽ, കെ. ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മകരജ്യോതി ദർശനത്തിനായി ഇടുക്കി ജില്ലാ ഭരണകൂടം പൂർണ്ണ സജ്ജം. പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെട്ട സംഘം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മകരജ്യോതി ദർശനത്തിനായി ജില്ല പൂർണ്ണ സജ്ജമായതായി ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി അറിയിച്ചു. ജില്ലയിൽ മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മുന്നോടിയായി വള്ളക്കടവിലെ വനം വകുപ്പ് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. 8 ഡിവൈഎസ്പിമാർ, 19 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 1200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഹരിഹരൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ് അറിയിച്ചു. മകരജ്യോതി കണ്ടതിനു ശേഷം സന്നിധാനത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ തടയാൻ പോലീസും വനം വകുപ്പും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. സുരക്ഷയെ മുൻനിർത്തിയാണ് കരുതൽ നടപടിയെന്നും എല്ലാ തീർത്ഥാടകരും സഹകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചു. സബ് കളക്ടർ അനൂപ് ഗാർഗ്, ADM ഷൈജു പി. ജേക്കബ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാഴ്ച പരിമിതിയുള്ളവരെ എഴുത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് പിടിച്ചു കയറ്റാൻ പുതിയ ലിപി കണ്ടുപിടിച്ച ലൂയി ബ്രെയിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കുടയത്തൂർ അന്ധവിദ്യാലയത്തിൽ ലൂയി ബ്രെയിൻ അനുസ്മരണവും ബ്രെയിൻ ലിപി പരിശീലനവും നടത്തി. സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ കരീം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്ധർക്കും കാഴ്ച വൈകല്യങ്ങളുള്ളവർക്കും എഴുത്തും വായനയും സാധ്യമാക്കുന്ന ബ്രെയിൽ ലിപിയുടെ ഉപജ്ഞാതാവാണ് ലൂയിസ് ബ്രെയിൽ. ബാല്യത്തിലുണ്ടായ ഒരപകടത്തെ തുടർന്ന് പൂർണ്ണമായ അന്ധത ബാധിച്ചെങ്കിലും വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ ആ വൈകല്യത്തെ മറികടക്കാനുള്ള വിദ്യയ്ക്ക് രൂപം നൽകി. ഈ സംവിധാനം പിൻതലമുറകളിലെ കോടിക്കണക്കിന് ആളുകളുടെ ഭാവിക്ക് നിർണായകമായ വഴിത്തിരിവായി മാറി. 1.5 നൂറ്റാണ്ട് പിന്നിട്ട ബ്രെയിലി ലിപി ഇന്ന് മലയാളം ഉൾപ്പെടെ അനേകം ഭാഷകളിൽ ലഭ്യമാണ്. ലൂയി ബ്രെയിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് കുടയത്തൂർ അന്ധവിദ്യാലയത്തിൽ ലൂയി ബ്രെയിൽ അനുസ്മരണവും ബ്രെയിൻ ലിപി പരിശീലനവും നടത്തിയത്. ശശികുമാർ അധ്യക്ഷനായിരുന്നു. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതാ അധ്യാപകൻ ആർഷ് കാഴ്ച പരിമിതിയുള്ളവർക്ക് ബ്രെയിൻ ലിപി പരിശീലനം നൽകി. ഒന്നാം കുത്തിട്ടാൽ പിന്നെ 1, 2, 3 കുത്താതെ 3 ഇടത്തോട്ട് തിരിച്ചിട്ട് 4, 5 എഴുതി. ഇനി ഇതിനൊക്കെ നമ്പറുണ്ട്, എല്ലാത്തിനും നമ്പർ പഠിക്കണം. ഇത് കണ്ടോ. ഇനി അടുത്തത് 1 കുത്തിയില്ല, 2 കുത്തും, 2 പിന്നെ നമ്മൾ ഇടത്തോട്ട് തിരിച്ചിട്ട് 4 2, 4 ജില്ലാ ബ്ലൈൻഡ് അസോസിയേഷൻ പ്രസിഡന്റ് പീതാംബരൻ, സെക്രട്ടറി ജെയിംസ്, സാമൂഹ്യ പ്രവർത്തക ഗീതാദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് കാഴ്ച പരിമിതി നേരിടുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ ബ്രെയിൽ ലിപിയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി എന്നുള്ള നിലയിൽ ദീപ്തി എന്ന പേരിലുള്ള പദ്ധതി തുടങ്ങിയ ഒട്ടനവധിയായ പദ്ധതികൾ സംസ്ഥാനത്ത് സാക്ഷരതാ മിഷൻ നടപ്പിലാക്കി വരുന്നുണ്ട്. ദീപ്തി പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ഏകദേശം 100ഓളം വരുന്ന പഠിതാക്കളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പലവിധ കാരണങ്ങൾ, അവർ കാഴ്ച പരിമിതി നേരിടുന്നു എന്നുള്ള ആ ഒരു പ്രയാസം മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്ക് പഠിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മുടെ പഠനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദീപ്തി പദ്ധതി ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കി വരുന്നത്. കേരള സർക്കാർ വ്യത്യസ്ത മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലകളിലേക്ക് തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്നവരെ കണ്ടെത്തി അവരെ സാക്ഷരരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരം പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ കുടയത്തൂർ LBMM സ്കൂളിലാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ദീപ്തി പദ്ധതിയുടെ ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത്. 31 പഠിതാക്കളാണ് LBMM സ്കൂളിൽ പഠിതാക്കളായിട്ട് എത്തുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതിയെ വളരെയധികം പ്രോത്സാഹജനകമായ ഒരു പിന്തുണ നൽകിക്കൊണ്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതിയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ലൂയി ബ്രെയിലിൻ്റെ ദിനം
എന്തുകൊണ്ടും നമ്മൾ ആളുകളാണെങ്കിലും ഒരു അതിൻ്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് അതേ പറ്റി സ്മരിക്കുവാൻ പറ്റിയ ഒരു നിമിഷമാണ് വന്നു ഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുടയത്തൂർ. ജനപങ്കാളിത്തം കൊണ്ട് വീണ്ടും ശ്രദ്ധേയമായിരിക്കുകയാണ് കുമാരമംഗലം പഞ്ചായത്തിലെ 10ാം വാർഡ് ഗ്രാമസഭ. വാർഡ് മെമ്പർ സുമേഷ് പാറച്ചാലിന്റെ നേതൃത്വത്തിലുള്ള 10ാം വാർഡിലെ മുഴുവൻ ആളുകളും അവസാനം വരെ പങ്കെടുത്ത ഗ്രാമസഭ ചർച്ചയാകുന്നു. കൂടിപ്പോയാൽ 10 പേർ അല്ലെങ്കിൽ 15 പേർ, അതാണ് കേരളത്തിലെ ഗ്രാമസഭകളുടെ ജനപങ്കാളിത്തം. എന്നാൽ ഒരു ഗ്രാമസഭ എങ്ങനെ 100% വിജയിപ്പിക്കാം എന്നതിന് ഉദാഹരണമാകുകയാണ് കുമാരമംഗലം പഞ്ചായത്തിലെ 10ാം വാർഡ് ഗ്രാമസഭ. LDFിൽ സ്ഥാനാർത്ഥിയായി വിജയിച്ച സുമേഷ് പാറച്ചാലിൽ നയിക്കുന്ന വാർഡിലെ ഗ്രാമസഭ തുടക്കം മുതൽ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഭരണകാലാവധി അവസാനിക്കാറായ ഈ അവസാനഘട്ടത്തിലെ അവസാന ഗ്രാമസഭയിലും പാർട്ടി ഭേദമന്യേ വാർഡിലെ എല്ലാ ജനങ്ങളും പങ്കെടുത്ത് വിജയിപ്പിച്ച കാഴ്ചയാണ് ഞായറാഴ്ച പഞ്ചായത്ത് ഹാൾ സാക്ഷ്യം വഹിച്ചത്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ തെളിവാണിത്. ഓരോ ഗ്രാമസഭയിലും വാർഡിലെ വികസന കാര്യങ്ങളിലും പോരായ്മകൾ കണ്ടെത്തുന്നതിനും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ച് അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തതാണ് വാർഡ് മെമ്പർ സുമേഷ് പാറച്ചാലിന്റെ ജനപിന്തുണയ്ക്ക് പിന്നിലെ രഹസ്യം. പാർട്ടി നോക്കാതെയുള്ള പ്രവർത്തനം, അതാണ് സുമേഷിനെ വ്യത്യസ്തനും ജനപ്രിയനുമാക്കുന്നത്. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ കൂടിയ 10ാം വാർഡ് ഗ്രാമസഭയിൽ 600ഓളം ആളുകളാണ് പങ്കെടുത്തത്. വാർഡ് മെമ്പർ സുമേഷ് പാറച്ചാലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ ജനങ്ങളുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ, സുമേഷിനോടുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു, സുമേഷിനോട് എനിക്ക് അസൂയ തോന്നുന്നു. എന്നായാലും എന്ത് തന്നെയായാലും നമുക്ക് കഴിഞ്ഞൊരു വർഷം കടന്നുപോയി. കഴിഞ്ഞ വർഷത്ത് കടന്നുപോയ എല്ലാ നന്മകളും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ നമുക്ക് ഈ വർഷം പുതിയൊരു വർഷത്തേക്ക് കടന്നിരിക്കുമ്പോൾ പുതിയ വർഷത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ ഗ്രാമസഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചു. ബ്ലോക്ക് മെമ്പർ ബിന്ദു ഷാജി, സാമൂഹ്യ പ്രവർത്തകൻ AP കാസിം, മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ സെക്രട്ടറി ജോഷി മാത്യു, മുൻ ബ്ലോക്ക് മെമ്പർ KV ജോസ്, കീരിക്കാട് കോർഡിനേറ്റർ ലത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർഡ് മെമ്പർ സുമേഷ് പാറച്ചാലിൽ ഈ കാലഘട്ടത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും ഇതുവരെ ജനങ്ങൾ തനിക്ക് തന്ന പിന്തുണയ്ക്ക് നന്ദി പറയുകയും ചെയ്തു. ആശാ വർക്കർ രമ സ്വാഗതവും സിസ്റ്റർ സുനിത FCC നന്ദിയും പറഞ്ഞു. പഞ്ചായത്തുകളുടെ വികസനത്തിനും സുഗമമായ നടത്തിപ്പിനും വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഗ്രാമസഭകൾ ഇന്ന് പേരിന് മാത്രം നടത്തുമ്പോൾ ജനങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പരാതിപ്പെടുമ്പോൾ എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്ന് ഓരോ ജനപ്രതിനിധിയും ചിന്തിക്കേണ്ടതുണ്ട്. വാർഡ് മെമ്പർ വിചാരിച്ചാൽ പഞ്ചായത്തുകളെ എങ്ങനെ മാറ്റിമറിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഗ്രാമസഭ. ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇലക്ട്രീഷ്യന്മാർക്കും കൂട്ടായ്മയിലുള്ള അംഗങ്ങൾക്കും വേണ്ടി സായാഹ്ന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കമ്മിറ്റി അംഗം ഷിനോ തോമസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഇലക്ട്രീഷ്യൻസ് ആൻഡ് പ്ലംബേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇലക്ട്രീഷ്യന്മാർക്കും കൂട്ടായ്മയിലുള്ള അംഗങ്ങൾക്കും വേണ്ടി സായാഹ്ന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ ഹോട്ടൽ ഹിൽ ഗേറ്റിൽ നടന്ന പഠന ക്ലാസിന്റെ ഉദ്ഘാടനം കൂട്ടായ്മയുടെ കമ്മിറ്റി അംഗം ഷിനോ തോമസ് നിർവഹിച്ചു. ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സ്വിച്ചുകളും അതുപോലെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കുവാനും അതനുസരിച്ച് മുൻപോട്ട് കമ്പനിയെ സഹായിക്കുവാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ താല്പര്യപ്പെട്ട് ഇവിടെ വന്നിരിക്കുക. ഇന്നത്തെ ഈ അവസരത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ സ്വാഗതം ചെയ്തുവെങ്കിലും ഒരിക്കൽ കൂടി മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നടത്തുന്നു. ക്ലാസിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ കോർഡിനേറ്റർ ടെലസ് മാത്യു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനീർ MK സ്വാഗതം ആശംസിച്ചു. കളേഴ്സ് കമ്പനിയുടെ എക്സിക്യൂട്ടീവുമാരായ അനീഷ് കുമാർ, അഭിലാഷ്, PS ഹരി, രാജു കാഞ്ഞിരമറ്റം, മാർട്ടിൻ ജോസഫ്, വിജയകുമാർ, ജോബി മുതലക്കോടം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PJ അവിര പൈമ്പള്ളിയിൽ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം 14-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വസതിയിൽ ആരംഭിച്ച് നെടിയകാട് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ. ഭൗതിക ശരീരം മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ നിന്ന് വിലാപയാത്രയോടെ രാജീവ് ഭവനിലെത്തിച്ച് പൊതുദർശനം നടത്തി. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PJ അവിര പൈമ്പള്ളിയിൽ നിര്യാതനായി. 68 വയസ്സായിരുന്നു. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. 1992 കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ ബ്ലോക്കിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട DCC മെമ്പർ. കരിങ്കുന്നം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ. 3 പതിറ്റാണ്ടുകാലം തൊടുപുഴ കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ. കരിങ്കുന്നം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്. 2 പതിറ്റാണ്ടുകാലം തൊടുപുഴ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി.
സോവിസോ മിൽക്ക് സൊസൈറ്റിയുടെ ആദ്യകാല സെക്രട്ടറി, INTUC തൊടുപുഴ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, INTUC ഇടുക്കി ജില്ലാ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ഭാര്യ ആനിയാവിര ആലക്കോട് അഞ്ചരി വടക്കേക്കര കുടുംബാംഗം. മക്കൾ അഞ്ജന സൗബിൻ ന്യൂസിലൻഡ്, അർച്ചന അജോ ജർമ്മനി, ആൻമരിയ ചാൾസ് ചാലക്കുടി. മരുമക്കൾ സൗബിൻ കൊട്ടാരംകുന്നിൽ കരിങ്കുന്നം, അജോ പടിഞ്ഞാറേക്കര കരിങ്കുന്നം, ചാൾസ് തെങ്ങുംപള്ളി തൃശൂർ. ഭൗതിക ശരീരം തൊടുപുഴ രാജീവ് ഭവനിൽ പൊതുദർശനം നടത്തിയ ശേഷം കരിങ്കുന്നത്തെ വീട്ടിലെത്തിച്ചു. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വസതിയിൽ ആരംഭിച്ച് നെടിയക്കാട് ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ. വിജയവിരാം കരിങ്കുന്നം സെൻ്റ് അഗസ്റ്റിൻസിലെ KSUവിൻ്റെ പ്രവർത്തകനായി തുടങ്ങി. തൊടുപുഴ ഇൻമാൻകുളത്തിലെ KSUവിൻ്റെ നേതാവായിരുന്നു. കഴിഞ്ഞ കരിങ്കുന്നം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി, കരിങ്കുന്നത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റായി, സോവിസോയുടെ സെക്രട്ടറിയായി, നിയോജകമണ്ഡല കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയായി, INTUCയുടെ താലൂക്ക് സെക്രട്ടറിയായി, കോൺഗ്രസിൻ്റെ അവസാനം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡൻ്റായി, അതിന് മുൻപ് DCC മെമ്പറായിരുന്നു. 2 ദശാബ്ദക്കാലം നിയോജകമണ്ഡല സെക്രട്ടറിയായി സുദീർഘമായ നിലയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലനായിരുന്നു അദ്ദേഹം. ഈ അകാലമായ നിര്യാണത്തിൽ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ഞാൻ ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ധീരനായ ഒരു കർമ്മയോഗി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൊടുപുഴയിലെ ശക്തനായ ഒരു നേതാവിനെയാണ് ഈ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കരിങ്കുന്നത്ത് പ്രത്യേകിച്ച് ഈ പാർട്ടി സംബന്ധിച്ച് കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലമായി കോൺഗ്രസിൻ്റെ ഊടും പാവും നെയ്തതിൽ അവിരാച്ചൻ്റെ പങ്ക് നിസ്സീമമാണ്. ആ വിടവ് നികത്താൻ എത്ര കാലം എടുക്കും എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ജഗദീശ്വരൻ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളുടെ സുഖപുത്രങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. കട്ടപ്പന നഗരസഭാ പരിധിയിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം CSI ഗാർഡൻസിൽ വെച്ച് സംഘടിപ്പിച്ചു. കലോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ പരിധിയിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം CSI ഗാർഡൻസിൽ വെച്ച് നടന്നു. കട്ടപ്പന നഗരസഭ ICDSന്റെ സഹകരണത്തോടെ കട്ടപ്പന നഗരസഭാ പരിധിയിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നക്ഷത്രോത്സവം എന്ന പേരിൽ CSI ഗാർഡൻസിൽ വെച്ച് നടത്തി. കലോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് മക്കളുടെ എല്ലാ നന്മയ്ക്ക് വേണ്ടിയും എല്ലാ വിജയത്തിനു വേണ്ടി ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. സമൂഹത്തിന്റെ കരുതലിന്റെയും കാരുണ്യത്തിന്റെയും കൈത്താങ്ങ് ആവോളം നൽകേണ്ട ഭിന്നശേഷി കുട്ടികൾക്ക് അത് നൽകുന്നുണ്ടോ എന്ന് സ്വയം വിമർശനം നടത്തുവാനുള്ള വേദികളായി ഇത്തരം കലോത്സവങ്ങൾ മാറട്ടെ എന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. സമാപന സമ്മേളനം മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ലീലാമ്മ ബേബി, സിബി പാറപ്പായി, ബീന ജോബി, സിജു ചക്കുമുട്ടിൽ, രാജൻ കാലാച്ചിറ, ഷമേജ് K. ജോർജ്, സജിമോൾ ഷാജി, സുധർമ്മ മോഹൻ,
ഷജി തങ്കച്ചൻ, ജോൺ പുരയിടം, രജിത രമേശ്, നിഷ PM, സോണിയ JB, ധന്യ അനിൽ, ദീപ സെബാസ്റ്റ്യൻ, രത്നമ സുരേന്ദ്രൻ, ജാസ്മിൻ ജോർജ്, അനിത റെജി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊച്ചു തുമ്പികൾ കൊച്ചരിപ്പിറാവുകൾ പിച്ചവച്ചു വന്നേ അച്ചുവിന്റെ വീട്ടിൽ അച്ചൻകുളം കൂട്ടിൽ എത്തി നോക്കി നിന്നേ. ആകാശത്തു ഞാൻ ആട നീ തിരുവോണത്തോണികൾ കണ്ടു പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റി തീർക്കാൻ കഴിഞ്ഞതായി മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലാതല സംരംഭക സഭ കട്ടപ്പന നഗരസഭാ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കേരള ഹോട്ടൽ ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് വിതരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനത്തിന് തുടക്കമായി. എറണാകുളം ക്രൈംബ്രാഞ്ച് SP VU കുര്യാക്കോസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാള മനോരമയും മദ്രാസ് മെഡിക്കൽ മിഷനും ചേർന്ന് നടത്തുന്ന ഹൃദയപൂർവ്വം ഹൃദയാരോഗ്യ പദ്ധതിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തൊടുപുഴയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മകരജ്യോതി ദർശനത്തിനായി ഇടുക്കി ജില്ലാ ഭരണകൂടം പൂർണ്ണ സജ്ജം. പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സംഘം സന്ദർശനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.